വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവ് മാദനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായി. ഒളിവിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 26 വരെ റിമാൻഡ് ചെയ്തു. 4 പേരുൾപ്പെട്ട സംഘമാണ് കഴിഞ്ഞ ഞായറാഴ്ച മാദനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ചത്. കമ്പളക്കാട് സ്വദേശികളായ ഹർഷിദും 3 സുഹൃത്തുക്കളുമാണ് അതിക്രമം നടത്തിയത്. ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് നാട്ടുകാർക്ക് നേരെ അതിക്രമം നടത്തുകയുമായിരുന്നു. ഇതിലാണ് മാദൻ ആക്രമിക്കപ്പെട്ടത്. ഹർഷിദ്, അഭിരാം എന്നിവരെ സംഭവം നടന്ന പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ പോയ സബിൽ, വിഷ്ണു എന്നിവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനു പിന്നാലെയാണ് ഇരുവരും പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 26 വരെ റിമാൻഡ് ചെയ്തു. അതേസമയം പ്രതികൾക്ക് നേരെ വധശ്രമത്തിനും കേസെടുക്കണമെന്ന് ആദിവാസി ഗോത്രമഹാസഭ ആവശ്യപ്പെട്ടു. പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഇതിനെ ബലപ്പെടുത്താൻ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബെനിഫിറ്റും ഇവർക്ക് കിട്ടാതെ പോകും. അതാണ് ഇതിൻ്റെ അപകടം. അതുകൊണ്ട് നരഹത്യാ ശ്രമം എന്നുള്ള നിലയിൽ 307 പഴയ CRPCയുടെ 307 വകുപ്പ് വരുന്ന രീതിയിൽ നിലവിലുള്ള BNSന്റെ വകുപ്പിൽ 109 വകുപ്പ് ഇതിൽ ചേർക്കണമെന്നുള്ളതാണ് അടിയന്തരമായിട്ട് വേണ്ടത്. മാനന്തവാടി SMS പോലീസ് സംഘത്തിനാണ് കേസ് അന്വേഷണ ചുമതല. പ്രതികൾക്കെതിരെ പട്ടികവർഗ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ മാദൻ നിലവിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃത ന്യൂസ്, വയനാട്.